തിരിച്ചു വരും. എനിക്ക് കാത്തിരിക്കാം. I'm sorry. I love you. ആദി, അപ്പോൾ കോളേജ് ഫൈനൽ ഇയറിലെ ഫസ്റ്റ് ഡേ. വൺ സെക്കൻഡ്. എൻ്റെ പേര് വിഷ്ണു. അതെ, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ വിഷ്ണു. എന്ത് ചെയ്യാനാ, ഫാൻസിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഒരു മാസ് എൻട്രി കൊടുത്ത് നമുക്ക് കോളേജിലോട്ട് പോവാം. വിഷ്ണുവേ, ഉടായിപ്പ് നിൻ്റെ മുത്തശ്ശൻ്റെ മോനാടാ. മുത്തശ്ശൻ്റെ മോനോ? ഓഹ്, അച്ഛനെ വിളിച്ചു തരുന്നു. ഓ, നല്ല ലുക്കായിട്ടുണ്ടല്ലോ. എന്തായാലും ഇനിയിപ്പോൾ പട്ടി ഷോയ്ക്ക് കുറവ് വരുത്തണ്ട. പിന്നെ അല്ല, പട്ടി ഷോ മുഖ്യമ്പിക്കില്ലേ. നമ്മുടെ ജിക്കു എന്തിയടാ? എന്നാന്നറിയത്തില്ല, നല്ലവനായ ഉണ്ണിയെപ്പോലെ നേരത്തെ തന്നെ കോളേജിലോട്ട് ചെന്നിട്ടുണ്ട്. അവനോ നന്നാവാനോ? ഒന്ന് പോടാ അവിടുന്ന്. അപ്പോൾ നമ്മുടെ പതിവ് പരിപാടി ആരംഭിക്കാം. ഓക്കെ. ഹലോ, ഇവിടെ എന്താ മോളൂസേ, ജാടയാ? എന്താ നിൻ്റെ പേര്? ദേവിക. എന്തോ കേട്ടില്ല. ദേവിക. ഒരു പാട്ട് പാടിക്കേ. സൗകര്യമില്ലെങ്കിൽ എന്നെ കാണിക്കും. ഒന്ന് പോടാ. എടാ അളിയാ, പോടാന്ന്. അവളെന്നെ പോടാന്ന് വിളിച്ച്. കൊച്ചു പൊക്കോ. എൻ്റെ പൊന്നടാ, അത് വല്ല കുങ്ഫും കരാട്ടെ ആയിരിക്കും. വെറുതെ ഇടി കൊണ്ട് ചാവണ്ട ഫസ്റ്റ് ഡേ തന്നെ. ഇപ്പോഴത്തെ പിള്ളേർക്കല്ലേ എന്നാ ധൈര്യമാ. നമ്മളൊക്കെ ഫസ്റ്റ് ടൈം വന്നപ്പം അന്നേരം മറ്റുള്ളവർ വരണം, ഇപ്പോഴും ദേ പിള്ളേർ വരണം. അയ്യോ. എടാ ബെല്ലടിച്ച്. ഫസ്റ്റ് പീരീഡ് തന്നെടാ. മറ്റേ സാറിൻ്റെ ഹിസ്റ്ററിയാടാ. എൻ്റെ ദൈവമേ, വായിക്കോട്ട വിട്ട് ചാവുന്നു ഞാൻ. അപ്പോൾ സ്റ്റുഡൻസ്, കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ഈ 2 ചാപ്റ്ററുകൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2 ചാപ്റ്ററുകൾ ഇല്ല. ആഹാ, അടിപൊളി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബിക്കോസ് കൊറോണ മാറിയത് കൊണ്ട് തന്നെ ഈ 2 ചാപ്റ്ററും ഉണ്ട്. കേട്ടല്ലോ? ആ ബെസ്റ്റ് വേണ്ട കിടക്കുന്നു. എടാ, ഇങ്ങനെ പോയ ഇയാളെ ഞാൻ തട്ടും കേട്ടാ. അടങ്ങടാ. എക്സ്ക്യൂസ് മീ സർ, മേ കമിൻ? യെസ്, കമിൻ. ഇപ്പോൾ സമയം എത്രയെന്ന് വല്ലതും അറിയാവോ? കോളേജ് ടൈം എപ്പോഴാണ്? അത് എക്സ്ട്രീംലി സോറി സർ, ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു. എന്ത് പറ്റി? അത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്. ഓ, ഓക്കെ. ഹാവ് യുവർ സീറ്റ്. താങ്ക് യു സർ. എടാ വിഷ്ണു, ഇതാ അങ്ങോട്ട് നോക്കിയേ. എടാ, അവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. ഏയ്, അവളിവിടെ പുതിയതാണേ. പക്ഷെ എനിക്ക് അവളെ നല്ല പരിചയമുണ്ടല്ലോ. എന്നാലും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഈ ബാങ്ക്ടൗൺ കോളേജിലെ പ്രധാനപ്പെട്ട കോഴികളിൽ ഒരാളാണല്ലോ നീ. പോടാ. ഇത് എന്നാടാ ഇൻ്റർവെൽ ആവാത്തെ? ഷോ. യെസ്, ഇൻ്റർവെല്ലായി. എടാ, ഞാൻ ഇപ്പോൾ വരാവേ കേട്ടാ. ഇതിവൻ എങ്ങോട്ടാടാ പോകുന്നേ? ഓഹോ, അങ്ങോട്ട്. മനസ്സിലായി. ഹലോ, എൻ്റെ പേര് ജാക്സൺ. എന്നെ ഇവിടെ എല്ലാവരും ജിക്കു എന്ന് വിളിക്കും. ഓ, നൈസ് ടു മീറ്റ് യു. എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, ബൈ. നൈസായിട്ട് ഒഴിവാക്കിയതാണോ? ഡാ, അവൾക്ക് എന്തൊരു ജാടയാടാ. ഒന്ന് മിണ്ടാൻ പോലും പറ്റത്തില്ല വെച്ചാ. ശരിയാ, ചെറിയ ജാട എനിക്കും ഫീൽ ചെയ്തു. ചെറിയ ജാടയോ? അവളെന്നാ പറഞ്ഞേ? അവൾ പറഞ്ഞ അവൾക്കെന്തോ വർക്കുണ്ടെന്നോ പിന്നെ മിണ്ടാന്നോ. എനിക്കെന്തോ നൈസായിട്ട് ഇഗ്നോർ ചെയ്ത പോലെ തോന്നി. എടാ, അതിനവൾ വർക്ക് ചെയ്യുവാണല്ലോ, അതിനിത്ര ഒഴിവാക്കിയെന്ന് പറയാൻ എന്താ ഉള്ളേ? ജാടയാണെന്നൊന്നും തോന്നുന്നില്ല. കണ്ടാ എടാ, നിനക്ക് ഞങ്ങളാണോ വലുത് അതോ ഇപ്പോൾ വന്നു കയറി അവളാണോ വലുത്? സപ്പോർട്ട് എങ്ങോട്ടാന്ന് നോക്കിയേ. അത് ഞാനെപ്പോഴും സത്യത്തിൻ്റെ കൂടെയും നീതിയുടെ കൂടെയും നിൽക്കും, അത്രേ ഉള്ളൂ. അയ്യോ മണി, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. എടി, ആ പുതിയ പെണ്ണിനെ കണ്ടോ? അവളെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ചേർക്കാം. പക്ഷേ
ആദ്യം ചെറിയൊരു പണി കൊടുത്തിട്ട് പിന്നെ അങ്ങ് ഫ്രണ്ടാക്കിയാൽ പോരെ. എൻ്റെ പൊന്നടിവേ, നിനക്കൊക്കെ എന്താടി, പാവമുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയായിരിക്കുമല്ലോ. എൻ്റെ പൊന്ന് ജിസമ്മേ, അത്രയും വലിയ പണിയൊന്നും ഇല്ലെന്നേ. ചെറിയൊരു പണി, കലിപ്പം വിഷ്ണുവിനെയും കൂടി ചേർക്കാം. പ്ലാൻ ഞാൻ പറയാം. ബുക്ക്, അസൈൻമെൻറ്റ്, റെക്കോർഡ് ഏത് വേണം? കഷ്ടപ്പെട്ട് കുത്തിയിരുന്നെഴുതിയ ബുക്ക് തന്നെ ആയിക്കോട്ടെ. എടി, നീ ആ ടൈം ടേബിൾ ബോർഡിൽ നിന്ന് ഇംഗ്ലീഷ് മാറ്റി മാത്സ് എന്നാക്കിയില്ലേ? ഇനി അവൻ്റെ മാത്സ് ബുക്ക് ഇങ്ങ് എടുത്തോണ്ട് വാ. എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്. പിന്നെ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ പുതിയ കുട്ടിയുടെ കയ്യിൽ കൊടുത്തേക്കും. എടി, ഇനി വല്ല വിഷയമായ എന്ത് ചെയ്യും? ആ കൊച്ചാണെങ്കിൽ എൻ്റെ ജിസമ്മ, ഇതാ നിങ്ങളോടൊരു പ്ലാൻ ഞാൻ പറയില്ലാത്ത. അടുത്ത മാത്സ് അല്ലേ? അയ്യോ എടാ, എൻ്റെ ബുക്ക് കണ്ടോടാ മാത്സിൻ്റെ. എടാ, ഞാൻ കുത്തിയിരുന്ന് എഴുതിയതാണ്. എൻ്റെ ദൈവമേ, സമയമില്ല സമയത്ത് എഴുതി. ഈ സാധനം ഇതെവിടെ പോയെന്നേ? ആരെങ്കിലും എടുത്തോണ്ട് പോയി കാണും ഇനി. എടാ കെവിൻ, എൻ്റെ ബുക്ക് കണ്ടോടാ? ഇല്ലല്ലോ. ആദി, തനി ബുക്കൊന്ന് പിടിച്ചേ, ഞാനിപ്പോൾ വരാം കേട്ടോ. അല്ല ഇത്, എടാ വിഷ്ണു, വേണ്ട, നിൻ്റെ ബുക്ക് ആദിയുടെയിലുണ്ട്. എവിടെ? ഇതെൻ്റെ ബുക്കാ. എന്നാ വേണ്ട, ഇതിൻ്റെ അകത്ത് ഫുള്ള് കുത്തി വരച്ചേക്കുന്നു. നീ എന്തിനാ ആദ്യം ഇങ്ങനെയെല്ലാം കാണിക്കുന്നേ? ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ ഇതെൻ്റെതാ. വേണ്ട, നിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പേനയുടെ അതേ ഇങ്ക് വെച്ച് തന്നെ ഇതിലും വരച്ചേക്കുന്നേ. ഞാൻ കുത്തിയിരുന്ന് എഴുതി തീർത്ത ബുക്കാ. കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആകുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നീയും കൂടെ അറിയും. ഞാൻ നിൻ്റെ ബുക്കിലും കുത്തി വരയ്ക്കാം. അയ്യോ പ്ലീസ്, വേണ്ട, കുത്തി വരയ്ക്കല്ലേ. ഞാൻ ഇപ്പോൾ കഷ്ടപ്പെട്ട് എഴുതിയതാ, കുത്തി വരയ്ക്കല്ലേ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? സെയിം. ഞാൻ അല്ലല്ലോ ഇനി നിങ്ങളുടെ വരച്ചത്. ഞാൻ ഇനി എന്ത് ചെയ്യും? നീ എന്നേലും ചെയ്യും. അയ്യോ, നമ്മൾ അവിടെ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നോ? ഞാനതങ്ങ് വിട്ടുപോയി. അവിടെ ഇപ്പം എന്തായി കാണുവാ? അയ്യോ, ദേ കൊച്ചൊന്ന് കരയണ്. ഞാൻ വിട്ടും പോയി. ആദി, അയാളുടെ ബുക്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് എൻ്റെ കൊണ്ട് തന്നേ? ഇപ്പം എൻ്റെ ബുക്കും. എടാ സോറി. ഇങ്ങനെ പുതിയ സ്റ്റുഡൻസ് വരുമ്പോൾ ചെറിയ പ്രാങ്ക് പോലെ ഫണ്ണിന് വേണ്ടി ചെയ്താ. പക്ഷേ എടാ സോറി, എക്സ്ട്രീംലി സോറി. എടാ ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ എഴുതിയ ബുക്കിനൊന്നും പറ്റിയിട്ടില്ല. ഇതെല്ലാം അഡീഷണൽ പേപ്പറാ. ബുക്കിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിൻ്റെ അകത്താണ് കുത്തി വരച്ചിട്ടുള്ളത്. ഇതെന്തോ പ്രാങ്ക് ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ ബുക്ക് ഞാൻ കുത്തി വരച്ചതോ? കഷ്ടം. ഫസ്റ്റ് ഡേ തന്നെ ഇത് മിക്കവാറും ആ ജനിയും കൂട്ടരും ചെയ്തതായിരിക്കും. പാവം, എന്നെപ്പോലെ തന്നെ ആ കൊച്ചും കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് എഴുതിയതാ. നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. ബാ. ഇത് ആദ്യം എവിടെയുണ്ട്? ആ ജനിയും കൂട്ടരും ഉണ്ടല്ലോ. ആയടാ വിഷ്ണു, അത് ഞങ്ങളൊരു പ്രാങ്ക് പോലെ ചെയ്തായിരുന്നു കേട്ടോ. നിൻ്റെ യഥാർത്ഥ ബുക്കിനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളെന്ത് പരിപാടി കാണിച്ച? വെറുതെ ഞാൻ ആദിയുടെ ബുക്കിൽ ശരിക്കും കുത്തി വരച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വെറുതെ അതിനെ കരയിപ്പിക്കുകയും ചെയ്ത്. ആദി സോറി. ഇറ്റ്സ് ഓക്കെ. തനിക്ക് നോട്ട്സ് ഞങ്ങൾ എഴുതി തരാം. വേണ്ട, അത് സാരില്ല, ഞാൻ എഴുതിക്കൊള്ളാം ഇന്നുകൊണ്ട്. അല്ല, അപ്പോൾ ഇന്നത്തെ മാത്സ് പീരീഡോ? അത് ഞങ്ങൾ തിരുത്തിയതാണ്. ഇന്ന് മാത്സ് അല്ല, ഇംഗ്ലീഷ് അവിടെ. ഓഹോ. എടാ, ഇന്നത്തെ ദിവസം എന്തൊരു മെസ്സായിരുന്നെടാ. എനിക്ക് ആ കൊച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായടാ. കഷ്ടമുണ്ടല്ലേ, പാവം. എനിക്ക് മനസ്സിന് വല്ലാണ്ടൊരു ഭാരം തോന്നുക.